ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. നമ്മുടെ ഇച്ചുമോനും ഹെസമ്മോളും അസ്നിയും ഗൾഫിക്ക് പോകുക, അതിൻ്റെ വിഷമത്തിലെല്ലാവരും കേട്ടോ. ഞങ്ങൾ തലേദിവസം ഇങ്ങോട്ട് വന്നത്, അപ്പോൾ ഇക്കാടെ മേത്ത് കയറി കളിക്കുക കുട്ടികൾ കേട്ടോ. ഇക്കാണെങ്കിൽ കുട്ടികൾ പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. ഇച്ചുമാണെങ്കിൽ ഇടയ്ക്ക് വീട്ടിലേക്ക് ആകെ ഒരു വിരുന്ന് നിൽക്കാൻ വരുന്ന ഒരാൾ ഇച്ചുമോനെ. വെള്ളിയാഴ്ച ഒരു ദിവസം വന്നിട്ടുണ്ടെങ്കിൽ ശനി ഞായറാവും അവിടെ ഉണ്ടാവും. പിന്നെ ഇക്കാടെ കൂടെ വെള്ളത്തിൽ ടാങ്കിൽ ഇറങ്ങി കളിക്കലും അങ്ങനെ ഒരുപാട് ടൈമും ഇക്കാടെ കൂടെ ഉണ്ടാവും കേട്ടോ. എന്നെ അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടമില്ല. ഞാൻ അങ്ങനെ എന്തെങ്കിലും കുറുമ്പുണ്ടാക്കി ചീത്ത പറയും. അതുകൊണ്ട് എന്നെക്കാട്ടിലും ഇഷ്ടം എന്നെ ഇഷ്ടം തന്നെയാണ്. എന്നെക്കാട്ടിലും ഇഷ്ടം ഇക്കാനോട് അവർക്ക് രണ്ടുപേർക്കും. അങ്ങനെ മോളും ഇക്കാക്കും ഭയങ്കര ഇഷ്ടമാട്ടോ. ഇക്കാക്കും ഭയങ്കര വിഷമത്തിലൊക്കെ കുട്ടികൾ പോകാമെന്ന് പറഞ്ഞപ്പോൾ, എന്നാലും അവർക്ക് എന്താ പറയുക, ലൈഫ് സെറ്റിലാവാൻ വേണ്ടിയിട്ടാണ് നാസ്നയുടെ പഠിപ്പ് കഴിഞ്ഞിട്ട് ഇനി അവിടെ ജോലി ചെയ്യാനും അതിൻ്റെ ഒപ്പം ഭാര്യ അവിടെയും ഭർത്താവ് അവിടെയാകുമ്പോൾ അതൊരു വിഷമം തന്നെയല്ലേ. അപ്പോൾ ഒരു കണക്കിന് നോക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷം തന്നെയാണ് ഇവർ പോണതിന്. ഉമ്മയുടെ കുഞ്ഞുമ്മാൻ്റെ മോളുടെ കുട്ടിയാണ് അസ്ന കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമായിട്ട് എൻഗേജ്മെൻറ്റ് നടത്തി. അവൾ +1 പഠിക്കുന്ന സമയത്ത് എൻഗേജ്മെൻറ്റ് നടത്തി. അപ്പോൾ എൻഗേജ്മെൻറ്റ് നടത്തിയിട്ട് പിന്നെ +2 ഡിഗ്രിക്കും കഴിഞ്ഞിട്ട് മതി കല്യാണം എന്നുള്ളൊരു വിചാരത്തിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത് കേട്ടോ. ഉമ്മയും അതന്നെ പറയും, മകൻ കൂടുതൽ പഠിപ്പിക്കാൻ ഇഷ്ടമാണ് കുട്ടികളെ. അതായത് ഞാനൊക്കെ മടിച്ചില്ലേ ഉണ്ടായിരുന്നു പഠിക്കാൻ. അപ്പോൾ അസ്നക്ക് നല്ലോണം പഠിക്കാൻ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് അവളുടെ പഠിപ്പ് കഴിഞ്ഞിട്ട് മതി ഇനി കല്യാണം നിശ്ചയം ഇപ്പം നടത്താമെന്നൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഒരു ദിവസം സിയാദിനെ വിളിച്ചിട്ട് പറഞ്ഞു, അതായത് ചെറിയാനി കേട്ടോ, താത്ത നമുക്ക് കല്യാണം വേഗം നടത്തി, നിശ്ചയം കഴിഞ്ഞില്ല, ഇനി എന്തിനാ കല്യാണം ഇങ്ങനെ നീട്ടി വയ്ക്കണം, ഗൾഫിൽ നിന്ന് വിളിച്ചിട്ട് കേട്ടോ. ഞാൻ ഇനി വരുന്ന വരവിൽ കല്യാണം ഈ നടത്തി തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ ഒരു പവൻ്റെ മാല ഞാൻ വാങ്ങിത്തരാം, ഞാൻ കൊണ്ടുവരാമെന്നായിരുന്നു അവൻ്റെ ഓഫർ. അത് കേൾക്കണ താമസം ഞാൻ പിന്നെ ഉമ്മാനായിട്ടേക്ക് സംസാരിച്ച്, ഉമ്മ കല്യാണം കഴിഞ്ഞാലും പഠിക്കാമല്ലോ അങ്ങനെയൊക്കെയും പറഞ്ഞ് എല്ലാവരും ഉമ്മയും എല്ലാവരും സമ്മതിച്ച് അങ്ങനെ കല്യാണം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങളും ഇങ്ങനെ തന്നെ വിചാരിച്ചത്, കല്യാണം കഴിഞ്ഞിട്ട് ഇനി സമയമുണ്ടല്ലോ പഠിക്കാൻ. അപ്പോൾ പഠിക്കാൻ നിൽക്കുമ്പോൾ ഗൾഫിക്കും പോവല്ലേ. അപ്പോൾ അവൾ പഠിച്ചു കഴിഞ്ഞിട്ടൊക്കെ അവൾ ഗൾഫിക്ക് കൊണ്ടുപോകാൻ പഠിപ്പാണല്ലോ ഇന്നത്തെ കാലത്ത് വേണ്ടത്. അങ്ങനെയൊക്കെയും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നിട്ട് ഇവൻ പോണ സമയമാകുമ്പോഴത്തേനും അസ്ന പ്രഗ്നൻ്റ് ആയപ്പോൾ പിന്നെ ഉമ്മാൻ്റെ അടുത്ത് പറയാം അവന് ടെൻഷൻ. അതായത് പഠിപ്പിക്കണം എന്നുള്ളൊരു തന്നെയല്ലേ ഉണ്ടായിരുന്നു ഉമ്മാക്ക്. അതായത് ഞങ്ങളൊക്കെ കുറച്ച് മടിച്ചുകളായിരുന്നു കേട്ടോ. അസ്നയും പിന്നെ മൂത്ത അനിയൻ്റെ ഭാര്യ നിമ്മയ്ക്ക് നന്നായി പഠിക്കുന്ന കുട്ടികൾ തന്നെ, മക്കളൊക്കെ പഠിക്കാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമം കൊണ്ട് ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡിഗ്രിക്കും കഴിഞ്ഞിട്ട് ആദ്യം കല്യാണം മതിയെന്നായിരുന്നു, പിന്നെ പ്രഗ്നൻ്റ് ആവണം അങ്ങനെ ഒക്കെ മനസ്സിൽ വിചാരിച്ചതാക്കി. പിന്നെ ഒക്കെ പടച്ചോൻ്റെ കയ്യിലല്ലേ. അങ്ങനെ പെട്ടെന്ന് പ്രഗ്നൻ്റ് ആയപ്പോൾ പിന്നെ അവനിൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പറയാൻ പേടി. അങ്ങനെ ഞങ്ങൾ പിന്നെ ഉമ്മാൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ നമ്മളൊന്നും പറയില്ലല്ലോ, നമുക്ക് എല്ലാവർക്കും പിന്നെ അത് ഉമ്മ ആദ്യം എന്ന് പറഞ്ഞൊന്ന് ടെൻഷൻ അടിച്ചില്ലെങ്കിൽ പിന്നെ ഉമ്മക്കും എല്ലാവർക്കും സന്തോഷം ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇച്ചുമോനെ വയറ്റുള്ള സമയത്ത് തന്നെയാണ് എക്സാമൊക്കെ അവൾ എഴുതി. അങ്ങനെ +2 പാസ്സായി, ഡിഗ്രി 3 വർഷം പഠിച്ചു. അപ്പോൾ ഉമ്മ തന്നെയാണ് കേട്ടോ ഇച്ചുമോനെ നോക്കിയിരുന്നത്. പിന്നെ ഞാനും ഉണ്ടായിരുന്നു. ഇവിടെ തൊട്ടടുത്ത വീട്ടിലായിരുന്നു അന്ന് താമസിച്ചിരുന്നത് കേട്ടോ, തറവാട്ടിൽ. ഇപ്പോൾ തറവാട് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇച്ചുമോനെ ഞങ്ങളെല്ലാവരും നോക്കും, അസ്ന പഠിക്കാൻ പോവും. അങ്ങനെ 3 വർഷം ഡിഗ്രി കംപ്ലീറ്റ് ആക്കി. അപ്പോഴത്തേനും പിന്നെ ചാക്കമ്പടിയത്തെ വീടൊക്കെ വെച്ച് അവരങ്ങോട്ട് മാറി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ പിറ്റത്തെ 1-2 വരവ് കഴിഞ്ഞപ്പോൾ പിന്നെ എസ്എമോൾ ഉണ്ടായി. എസ്എമോൾ ഡിഗ്രി കഴിയുമ്പോഴത്തേനും ഉണ്ടായപ്പോൾ പിന്നെ ഇനിയിപ്പോൾ പഠിത്തക്കും കണക്കാന്നുള്ളൊരു വിഷമമായിരുന്നു. പിന്നെ എസ്എമോൾ ഉണ്ടായ ശേഷം അവൾ അസ്ന MBA എടുത്തു കേട്ടോ, 2 വർഷം അതും അവൾ പഠിച്ചു. അങ്ങനെ 2 കുട്ടികളുമായി പഠിപ്പും കഴിഞ്ഞു. അപ്പം ഉമ്മാൻ്റെ ആഗ്രഹം പഠിപ്പിക്കണം എന്നിരുന്നവളാണ്. അപ്പോൾ പഠിപ്പിക്കലും കഴിഞ്ഞു. പിന്നെ മരുവളാണെങ്കിലും മകളെ പോലെ തന്നെയാണ് കേട്ടോ. അതായത് കുട്ടികളെ അമ്മ ഒരാളുള്ളത് കൊണ്ടാണ് അവൾക്ക് ഇങ്ങനെ പഠിക്കാനും ഇതേപോലെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കാനൊക്കെയും പറ്റിയത് കേട്ടോ. അമ്മ അവൾ നോക്കണേക്കാട്ടിലും നന്നായിട്ട് മോളെ ഇച്ചുമോനേക്ക് നോക്കിയിരുന്നു കേട്ടോ. പിന്നെ തൊട്ടടുത്ത് തന്നെ ഇപ്പം അസ്നയും ഇച്ചുമോനേക്കും താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മാമാടെ വീട്. ഷിനു ഷിഫ അവരുടെ മാമ. അപ്പോൾ മാമി അമ്മായിയും അവർ ഷിബിനും ഷിനു ഷിഫയാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. അപ്പോൾ അവർ കുട്ടികൾ നന്നായി നമ്മൾ നോക്കിയിരുന്നു കേട്ടോ. അവരൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ ആർക്കും അങ്ങനെ എന്താ പറയുക, അസ്നക്ക് തീരെ കുട്ടീനെ നോക്കേണ്ട കാര്യം അറിഞ്ഞിട്ടില്ല കേട്ടോ. അവൾ അടിച്ചു പൊളിച്ച് തന്നെ പഠിപ്പൊക്കെയും കഴിച്ചു. അങ്ങനെ 2 വർഷം പഠിപ്പും കഴിഞ്ഞു MBA.
അങ്ങനെ എന്താ പറയുക, പഠിപ്പ് കഴിഞ്ഞ സമയമാകുമ്പോഴത്തേന് 2 കുട്ടികളും കുറച്ച് വലുതാവുകയും ചെയ്തു. അങ്ങനെ പഠിപ്പും കഴിഞ്ഞു, കുട്ടികളുമായി. അത് വല്ലാത്തൊരു എന്താ പറയുക, അള്ളാൻ്റെ ഒരു അനുഗ്രഹം കേട്ടോ, പഠിക്കാൻ പറ്റിയത്. അതായത് പിന്നെ അമ്മമാരുടെ സപ്പോർട്ട് നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. അമ്മ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ മരുമക്കൾ അമ്മായിയമ്മ പറഞ്ഞ ചില അമ്മായിയമ്മമാരൊക്കെ നോക്കും, പക്ഷെ മിക്ക അമ്മായിമ്മമാരും എന്താ പറയുക, മരുമക്കളോട് ഒരു കുശുമ്പലുണ്ടാവുക. അവർ കുട്ടികളെ നോക്കിയിട്ട് ഇരിക്കട്ടെ മതി പഠിച്ചത് പറഞ്ഞിട്ട് നിർത്തുന്ന അമ്മായിമ്മമാരാണ് അധികം ഉള്ളത്. അതല്ലെങ്കിൽ എനിക്ക് നോക്കാൻ വയ്യ, വേണമെങ്കിൽ നിങ്ങൾ എന്താ ചായക്കോ എന്നുള്ളൊരു മനോഭാവമൊക്കെയാണ് ഓരോരുത്തർക്കും ഉള്ളത് ഇന്നത്തെ കാലത്ത് കേട്ടോ. പക്ഷെ അമ്മക്ക് ഈ പറഞ്ഞ പോലെ എന്ത് തണ്ടൽ വേദനയാണെങ്കിലും ശരി, എന്താ ഞാൻ കുറേ പ്രാവശ്യം അമ്മക്ക് എന്താ പറയുക ബെഡ് റെസ്റ്റൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, തണ്ടൽ വേദനയ്ക്ക്, എല്ല് തേയ്മാനം അങ്ങനെയൊക്കെ. എന്നാലും കുട്ടികളെ നന്നായി നോക്കിയിരുന്നു. പിന്നെ കഴിഞ്ഞ വർഷം നന്നായി വയ്യാണ്ടായി, 2 മാസം നന്നായി ബെഡ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ ഡിസംബർ സമയത്തേക്കും ഇവിടെ താമസിച്ചിരുന്നിട്ട് നമ്മുടെ അടുത്തേക്ക് ഇവിടെ വന്നിട്ട് 2 മാസം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ ഡിസംബർ ജനുവരി ഈ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ നമ്മുടെ ടൂറിനൊന്നും അവരുണ്ടായിരുന്നില്ല. പിന്നെ ചിലവർക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ വാട്സപ്പിൽ ചോദിച്ചു, അന്നത്തെ ടൂർ പ്രോഗ്രാമിൻ്റെ വീഡിയോ കണ്ടിട്ട് ഹസ്ബൻഡിൻ്റെ വീട്ടുകാരൊന്നും വന്നില്ലേന്ന്, അവരെന്താ കൊണ്ടുപോകാഞ്ഞത് എന്നാണ് ചോദിച്ചത് കേട്ടോ. അവരെ കൊണ്ടുപോകാണ്ടല്ല, അവരേക്ക് ഞാൻ വിളിച്ചതാണ്. കടമ്മയാണെങ്കിൽ ശരി, വണ്ടിയിലിരുന്നാൽ തീരെ വയ്യ, വണ്ടിയിലിരുന്നുണ്ടെങ്കിൽ എന്താ പറയുക ഛർദ്ദിക്കും, അങ്ങനത്തെ പ്രശ്നങ്ങളാണ് അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും കേട്ടോ. അതുകൊണ്ട് അവരെത്ര വിളിച്ചാലും യാത്ര ചെയ്യാൻ അവർക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് അവർ വരില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, അല്ലാണ്ട് അവരെ കൊണ്ടുപോകേണ്ടതൊന്നുമല്ല. നമുക്കെല്ലാവരും വരുന്നത് തന്നെ സന്തോഷം. നമ്മൾ ആരെയും പറഞ്ഞിട്ട് മാറ്റി നിർത്തുമൊന്നുമില്ല, എല്ലാവരും കൂടുന്നത് തന്നെയല്ലേ നമുക്ക് സന്തോഷം. ഞാൻ വാട്സപ്പിൽ ഇങ്ങനെ ഓരോരുത്തരുടെ അടുത്തും പ്രൈവറ്റായിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ച് ചോദിച്ചതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ശരി, ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായി എല്ലാവർക്കും തോന്നും ഇതെന്തപ്പോൾ ഇവളുടെ വീട്ടിലുള്ളവർ മാത്രമേ ഉള്ളൂ, ഒക്കടെ വീട്ടിലുള്ളവരൊന്നും ഇല്ലല്ലോ എന്നുള്ളൊരു മൈൻഡ് എല്ലാവർക്കും തോന്നുന്നതുകൊണ്ട് ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഈ ചുമ്മോനി എസമോളേക്കും വിളിച്ച് കുറച്ച് ലേറ്റായി, പക്ഷെ അവിടെ എത്തണ സമയത്ത് കറക്റ്റ് ടൈം ആയിരുന്നു കേട്ടോ. സിയാദ് പറഞ്ഞത് ഒരു 8-8:30 ഇറങ്ങാനാണ് പറഞ്ഞത്. ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഒരു 9:05 ആയിട്ടോ. എന്നാലും കുഴപ്പമില്ല, കറക്റ്റ് സമയത്ത് എത്തി. എസമോളിൻ്റെ സ്വകാര്യം എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇച്ചുമോനാണെങ്കിലും ശരി, ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നല്ല കരച്ചിലായിരുന്നു കേട്ടോ. ആ ഇറങ്ങണ സമയത്താണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇച്ചുമോനും ഓക്കെ. പിന്നെ നമ്മൾ അങ്ങനെ പെട്ടെന്ന് തന്നെ കുതിരാൻ വഴിയാണ് വന്നത്. അതാണ് ഞങ്ങൾക്ക് എളുപ്പം കേട്ടോ, മറ്റവിടെ കുറേ ബ്ലോക്കുകളുണ്ടാവും, ഇതാണെങ്കിൽ നല്ല എളുപ്പമുള്ള വഴിയാണ്. അങ്ങനെ നമ്മൾ നെടുമ്പാശ്ശേരിയിലെത്തി. പിന്നെ ഇച്ചുമോന് കരയുന്ന വിചാരിച്ചിട്ടോ. പിന്നെ ഞങ്ങളും അധികം അങ്ങോട്ട് വിഷമം പുറത്ത് കാണിച്ചില്ല. വിഷമം നല്ലോണം കുട്ടികളൊക്കെ പോകണത് കാണുന്നതുകൊണ്ട് മനസ്സൊക്കെ ഒന്നും ഇങ്ങനെ പെടയായിരുന്നു. എന്നാലും ചിരിച്ചും കൊണ്ട് തന്നെ എല്ലാവരും നിന്നത് കേട്ടോ. പിന്നെ അസ്നാടെ അമ്മ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ വരുമ്പോൾ. അപ്പോൾ വരുന്ന വഴിക്ക് പിന്നെ അവർ ചാലശ്ശേരിക്ക് പോകാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ ഇറങ്ങി. ഞങ്ങളാണെങ്കിൽ നേരെ വീട്ടിലേക്കും പോവുക ചെയ്തത്. ഇന്നത്തെ കാലത്ത് വേണമെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞാലും പഠിക്കാം എന്ന് തെളിയിച്ച ഒരാളാണ് അസ്ന. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഡിഗ്രിയും എടുത്തോ MBA എടുത്തോ, അതൊക്കെയും നമുക്ക് ഈ അതിൻ്റെ ഇടയിൽ 2 ട്രോഫികളും കിട്ടി. ഇപ്പം അവരൊക്കെ കൊണ്ട് ഇനി അവിടെ സെറ്റിലാവാൻ വേണ്ടിയിട്ടാണ് പോണത്. അതൊരു ഭാഗ്യം തന്നെയല്ലേ. അതായത് ചിലവരാണെങ്കിൽ ഗൾഫിൽ പോയി ജോലിയൊക്കെ കിട്ടിയ ശേഷമാവും പ്രസവം കാര്യങ്ങളൊക്കെ നോക്കുക. അതൊന്നും വേണ്ടി വന്നില്ല. നല്ല സന്തോഷത്തോടെ തന്നെ 2 മക്കളെയും നോക്കാൻ നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു. അതോടെ പഠിപ്പും കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവർക്കും. എസമ്മോളാണെങ്കിൽ ഇന്ന് പ്രത്യേക ഒരു എന്താ പറയുക വാശിയും എന്തൊക്കെയോ ഉണ്ടായിരുന്നു അവൾക്ക്. അങ്ങനെ എന്താ പറയുക, ഇതാണ് അസ്നയുടെ കൂടെ നടക്കണതാണ് അസ്നയുടെ അമ്മ കേട്ടോ. അപ്പോൾ അസ്നയുടെ അമ്മ ഉണ്ടായിരുന്നു. എസമ്മോൾക്ക് അവൾക്ക് ഒന്നും അറിയാറായിട്ടില്ല, അതുകൊണ്ട് എസമ്മോൾക്ക് വിഷമമൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അവൾ എല്ലാവരും കൂടി പോവാന്നുള്ളൊക്കെ ഒരു മൈൻഡിലാവുന്നുണ്ട് ഇരിക്കണത്. പിന്നെ പോണ സമയത്ത് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് അവൾ പോയി. ലഗേജൊക്കെ പിന്നെ ഫ്ലൈറ്റിൽ എല്ലാം ഒരുമിച്ച് ഫ്ലൈറ്റിൽ കയറ്റി വിട്ടു പറഞ്ഞു കേട്ടോ. അതറിഞ്ഞപ്പോൾ തന്നെ സന്തോഷം. അല്ലെങ്കിൽ പിന്നെ 7 കിലോ വെച്ചിട്ട് 2 + 3 21 കിലോ ബാഗുകൾ അവളുടെ കയ്യിൽ പിടിച്ച് നടക്കേണ്ടി വന്നിരുന്നു. അതൊന്നും വേണ്ടി വന്നില്ല. ഫ്ലൈറ്റിൽ അവരടുത്ത് പറഞ്ഞ ലഗേജും ഇതിൽ കൂടെ കയറ്റി വിടാൻ പറഞ്ഞപ്പോൾ എല്ലാവരും കയറ്റി വിട്ടു കേട്ടോ. 7 കിലോൻ്റെ ബാഗ് 30 കിലോൻ്റെ
ആ ലഗേജ് കൂടെ തന്നെ കയറ്റി വിട്ടു. അങ്ങനെ ആ ഭാഗത്തു നിന്ന് അപ്പോൾ തന്നെ അസ്നാടെ ഒരു ഫ്രണ്ട് വന്നു കേട്ടോ. അങ്കമാലിയിലുള്ളത് ആ കുട്ടികളെ അസ്നാനയ്ക്ക് ഒന്ന് കാണാൻ വേണ്ടി ഇതാണ് കേട്ടോ. അപ്പോൾ ആ കുട്ടി വന്നിട്ട് നമുക്ക് മിഠായിക്കും കൊടുത്ത് കുറച്ച് നേരം വർത്താനിക്കും പറഞ്ഞിട്ട് ആ കുട്ടി പോയി. ഇക്ക അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവരങ്ങോട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കാമെന്നുള്ളൊരു പ്ലാനായിരുന്നു. അപ്പോൾ പണ്ടത്തെ പോലെ അതിൻ്റെ ഏറ്റവും അങ്ങോട്ടൊന്നും കയറ്റി വിടില്ല അത്ര. അവിടെ ചില്ലുണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ മാത്രം അത്ര നിന്നിട്ട് കാണാനേ അത്ര പറ്റുള്ളൂ. അല്ലാണ്ട് അങ്ങോട്ട് ലഗേജൊക്കെ കയറ്റി അവിടെ അവരുടെ കാര്യങ്ങളൊക്കെ ബോർഡിംഗ് പാസ്സൊക്കെ എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അതൊന്നും പറ്റിയില്ല. അപ്പോൾ ഒക്കെ കയറിയില്ല കേട്ടോ. ഇവിടുന്ന് ഇപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ അസ്നാക്ക് പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ ഇക്ക അങ്ങനെ കുറേ നേരം കുട്ടികളൊക്കെ ഒന്ന് കളിപ്പിച്ചിട്ടിരുന്നു. അങ്ങനെ എല്ലാവരും മനസ്സൊക്കെ ഒന്ന് പെടയായിരുന്നു കേട്ടോ. ഇന്നത്തെ കാലത്ത് പഠിപ്പ് ഒരു എല്ലാവർക്കും പഠിപ്പുണ്ടെങ്കിൽ തന്നെയല്ലേ നല്ല നല്ല ജോലികൾ കിട്ടുള്ളൂ. അസ്നയുടെ കാര്യത്തിലും ഈ പറഞ്ഞ പോലെ പഠിക്കാനൊരു എന്താ പറയുക, പഠിക്കാനുള്ള ഉള്ളത് കൊണ്ടാണ് അവൾക്ക് പഠിക്കാൻ പറ്റിയത് കേട്ടോ. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എങ്ങനെ നോക്കിയാലും കുട്ടികളെയും വെച്ചിട്ടൊന്നും പഠിക്കാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ അസ്ന പോകുമ്പോൾ പിന്നെ എല്ലാവർക്കും ഒരു വിഷമമായി കേട്ടോ. ഇതാണ് അസ്നയുടെ അമ്മ. പിന്നെ ഞങ്ങൾ അവർക്ക് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്തു. പിന്നെ ലഗേജ് എല്ലാം കടത്തി വിട്ടു കേട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലും അധികം ഉണ്ടാവുമോ, വെയിറ്റ് കൂടുമോ എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നടന്നു. പിന്നെ എസ്എമ്മോളെ കാണുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ പെടഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മനസ്സ് കേട്ടോ. എന്നാലും ആരങ്ങനെ കരഞ്ഞൊന്നുമില്ല. നല്ല കരഞ്ഞിട്ട് പിന്നെ എല്ലാവർക്കും അതൊരു വിഷമം തന്നെയല്ലേ. അപ്പോൾ അങ്ങനൊരു എന്താ പറയുക, ഉള്ളിൽ നല്ല വിഷമം ഉണ്ടെങ്കിലും ആരും പുറത്തൊന്നും അങ്ങനെ അധികം കാട്ടിയില്ല. ആ യാത്ര പറയുന്ന സമയത്ത് മാത്രം എല്ലാവരും ഒന്ന് കണ്ണിന്ന് ഇങ്ങനെ വെള്ളം വന്നു എന്ന് തന്നെയുള്ളൂ. അസ്നാക്കാണെങ്കിൽ പിന്നെ സിയാൻ്റെ അടുത്ത് പോകാനുള്ള സന്തോഷമല്ലേ ഉണ്ടാവുമോ. എങ്ങനെയും കെട്ടിയന്മാരത്തേക്ക് ഇവിടെ എന്ത് ആനത്തനുണ്ടെങ്കിലും അവനവൻ്റെ ഭർത്താക്കന്മാരത്തേക്ക് പോകുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമല്ലേ. അപ്പോൾ ആ സന്തോഷം അസ്നാക്ക് ഉണ്ടായിരുന്നു. ഇച്ചു ആണെങ്കിലും ശരി കേട്ടോ. ഇച്ചുവിനും ഇപ്പച്ചി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവനാണ്. മോൾക്കാണെങ്കിലും അങ്ങനെ. പിന്നെ അവിടെ എത്തിയിട്ട് വീഡിയോസൊക്കെ അയച്ചു തന്നു കേട്ടോ. അത് ഞാൻ ഒരെണ്ണം നമ്മുടെ എന്താ പറയുക ഷോർട്സിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവർ അവിടെ എത്തിയ ശേഷം സാജും സിയാദ് വിളിച്ചിട്ട് വന്നു എന്താ പറയുക എയർപോർട്ടിൽ നിന്ന്. പിന്നെ നമ്മുടെ സാജു, അതേപോലെ റൗഫൽ, അസ്നാടെ ആങ്ങള അവിടെ ഉണ്ട്, അനസ് ആങ്ങളെയും വൈഫും ഉണ്ട് ദുബായിൽ തന്നെ. അവരെല്ലാവരും കൂടിയിട്ട് ഇവർ റൂമിലേക്ക് പോയിട്ട് അവരെ കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെ ഉമ്മ കൊടുത്തയച്ച ബീഫ് വരട്ടിയതും ബീഫ് കറിയും അതേപോലെ പത്തിരിയും അതെല്ലാവരും കൂട്ടിയിട്ട് കഴിച്ചു. റൗഫലും ജോലി സ്ഥലത്തു നിന്ന് പിന്നെ നേരെ കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട് ഇവരുടെ അടുത്തേക്ക് പോവുക ചെയ്തു കേട്ടോ. അസ്നാക്കാണെങ്കിലും ശരി, അസ്നാക്ക് ഒരു താത്തയും ഒരു ഇക്കയാണുള്ളത് കേട്ടോ. താത്തയും ഭർത്താവും ദുബായിൽ തന്നെയാണ്. ഒരു കുട്ടീൻ്റെ ഒരു മോളുണ്ട് അവർക്ക്. അവർ ദുബായിൽ തന്നെയാണ്. താത്ത ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. പിന്നെ അസ്നയുടെ ഇക്കയും അവിടെ ദുബായിൽ തന്നെയാണ്. പിന്നെ അസ്നയുടെ ഇക്കയുടെ ഭാര്യ എന്താ പറയുക ബീ ഫാമൊക്കെയും കഴിഞ്ഞതാണ്. അവളും ഫാർമസിയിൽ തോന്നുന്നു വർക്ക് ചെയ്യണത്. അതുകൊണ്ട് അവൾക്ക് ആദ്യം വിഷമമൊന്നും. പിന്നെ അസ്നയുടെ അമ്മ ഇടയ്ക്ക് ദുബായിക്ക് പോയി വരും മക്കളുടെ അടുത്തേക്ക്. ഇപ്പോൾ നാട്ടിലുണ്ട്. അങ്ങനെ എല്ലാവരും ഉള്ളത് കൊണ്ട് പിന്നെ നമുക്ക് അധികം അങ്ങോട്ട് വിഷമം ഉണ്ടാവില്ല കേട്ടോ. ഇവിടെ അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഉള്ളതുപോലെ അവിടെ അവർക്ക് എല്ലാവരും ഉണ്ടല്ലോ. ഒറ്റപ്പെട്ട് താമസിക്കുമ്പോഴൊക്കെ എല്ലാവരും വിഷമമുണ്ട്. സിയാദ് ആദ്യം ഖത്തറിലാവണ സമയത്ത് ഞങ്ങൾ നല്ല വിഷമമായിരുന്നു അവൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ കേട്ടോ. ഇപ്പോൾ ഇവിടെ എല്ലാവരും ഉള്ളത് കൊണ്ട് അതിൻ്റെ ഒരു പ്രത്യേക ഒരു സന്തോഷം വേറെ. പിന്നെ ഞങ്ങൾ അവർ പോയി അവരുടെ ഫോണൊക്കെ വന്ന ശേഷം, അതായത് ലഗേജൊക്കെയും കയറ്റി വിട്ടു എന്നുള്ള ഫോൺ വന്ന ശേഷം പിന്നെ അങ്ങനെ എസ്കലേറ്ററിൽ താഴേക്ക് ഇറങ്ങിയിട്ട് പാർക്കിങ്ങിലേക്ക് പോയിട്ടോ. അവിടെ കാർ ഇട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതിനെങ്കിൽ നല്ല സൗകര്യം, വെയിലും ഇതൊന്നും കൊള്ളണ്ട. അങ്ങനെ പിന്നെ നേരെ ഹോട്ടലിൽ കയറിയിട്ടോ. ശരവണ എന്ന് പറഞ്ഞാൽ ഹോട്ടലാണ്, നല്ല ഹോട്ടലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് ഇക്കയും ഉമ്മയും ഉപ്പയും അസ്നയുടെ ഉമ്മയും അവരെല്ലാവരും ചോറാണ് കഴിച്ചത് കേട്ടോ. ചോറിന് അവിയലുണ്ടായിരുന്നു, പിന്നെ മത്തങ്ങനും പയറും എലിശ്ശേരി ഉണ്ടായിരുന്നു, പിന്നെ ഒരു അച്ചാറുണ്ടായിരുന്നു, പിന്നെ തൈര്, രസം, സാമ്പാർ, പിന്നെ ഒരു കുഞ്ഞൊരു പായസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല ഹോട്ടലിൽ പോയിട്ട് വെറും ചോറ് കഴിഞ്ഞാൽ ഒരു മസാല ദോശ ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ അതും കഴിച്ചു. ചോറിനൊക്കെ ഇവിടെ 120 രൂപയാണ് കേട്ടോ. മസാല ദോശയ്ക്ക് 75 രൂപ, അതാണ് റേറ്റ്. പിന്നെ
എന്താ പറയുക, മട്ടരി വേണമെങ്കിൽ മട്ടരി ചോറുണ്ട്, പിന്നെ പൊന്നിയരി ചോറ് വേണമെങ്കിൽ അതുണ്ട്. ആ 2 തരം ചോറ് അവർ ഏതാ വേണ്ടത് ചോദിച്ചിട്ടാണ് വിളമ്പണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായി ഫുഡൊക്കെയും കഴിച്ചു. അങ്ങനെ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.